ഇനി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാലമാണ്. അതിനു മുൻപ് തന്നെ ഇപ്പോൾ ചില സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. മുൻകാലങ്ങളിലും ഇത്തരം സർവേകൾ പുറത്തു വന്നിരുന്നു. അതിലും BJP-യുടെ നേതൃത്വത്തിലുള്ള JDU-ന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനാണ് വലിയ രീതിയിലുള്ള മുൻതൂക്കം പ്രവചിക്കുന്നത്. അവർക്ക് ഇങ്ങനെയാണ് സീറ്റുകൾ വിലയിരുത്തുന്നത്. NDAക്ക് 150 മുതൽ 160 സീറ്റ് വരെ ലഭിക്കും. BJPക്ക് 80 മുതൽ 85 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. ഇപ്പോഴും ആ സ്ഥിതി തന്നെയാണുള്ളത്. ഇപ്പോൾ JDU-വും അതോടൊപ്പം തന്നെ BJP-യുമാണ്. RJD-യും BJP-യുമാണ് അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട ഒറ്റകക്ഷികൾ. പിന്നീട് NDA-യിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടി JDU-ന് 60 മുതൽ 65 സീറ്റ് വരെ ലഭിക്കും. മറ്റൊരു പാർട്ടിയായ LJPക്ക് 4 മുതൽ 6 സീറ്റ് വരെ ലഭിക്കും. ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ NDA മുന്നണി ശക്തമാണ്. നാം മറുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണി മഹാഗഡ്ബന്ധൻ, അതിൽ RJD തന്നെയാണ് ഏറ്റവും വലിയ കക്ഷിയായി മാറാൻ സാധ്യതയുള്ളത്. അവർക്ക് 60 മുതൽ 65 സീറ്റ് വരെ ലഭിക്കും. കഴിഞ്ഞ തവണ 80-നും 70-നും ഇടയ്ക്ക് സീറ്റുകളാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ചെറിയൊരു കുറവ് കാണിക്കുന്നുണ്ട്. മറിച്ച് നാം കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് 7 മുതൽ 10 സീറ്റ് വരെയാണ് ലഭിക്കാൻ സാധ്യത. അപ്പോൾ ബീഹാറിന്റെ മുക്കിലും മൂലയിലും തെക്ക് വടക്ക് നടന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയെ ജനം പരിഗണിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ബീഹാറിലും സംഭവിച്ചിരിക്കുന്നത്. പണ്ട് 2024-ൽ കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ അദ്ദേഹം തെക്ക് വടക്ക് നടന്നിട്ട് 100 സീറ്റ് പോലും അദ്ദേഹത്തിന് തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. 99-ൽ വന്ന് നിന്നു. അത് മറ്റൊരു കാര്യം. ഇപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ സാധ്യതയുള്ളത്. അത് മൂന്നാം മുന്നണിയിലേക്ക് പോയാൽ, മൂന്നാമത്തെ പ്രധാന കക്ഷികളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകും. അന്ന് കോൺഗ്രസിനെയും RJDക്കും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയ പാർട്ടിയായിരുന്നു ഒവൈസിയുടെ പാർട്ടി. ഒവൈസിയുടെ പാർട്ടിക്ക് ഇത്തവണ 3 സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നീട് ജൻ സ്വരാജ് പാർട്ടിയാണ്, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് 2 മുതൽ 5 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം, നിതീഷ് കുമാറിന് BJPക്കും എതിരായ ഭരണവിരുദ്ധ വികാരം ചിന്നിച്ചിതറുകയാണ്. അത് നാം മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട്, ഹരിയാനയിൽ കണ്ടിട്ടുണ്ട്. ഹരിയാനയിലെല്ലാം കണ്ട ആ കാഴ്ച തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും നാം കാണാൻ പോകുന്നത്. നിതീഷ് കുമാറിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. കാരണം അദ്ദേഹം 10-20 വർഷമായി ബീഹാർ ഭരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെതിരായ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ഇത്തരം കക്ഷികളിലേക്ക് ചിന്നിച്ചിതറുകയാണ്. അല്ലാതെ ഇത് ഇന്ത്യ ഗഡ്ബന്ധനിലേക്ക് മാത്രം, ഇന്ത്യ മുന്നണിയിലേക്ക് മാത്രം ചുരുങ്ങുന്നില്ല. അത് സ്വന്തമാക്കാനായി AM-ന് കഴിയുന്നുണ്ട്, ഒവൈസിയുടെ പാർട്ടിക്ക് കഴിയുന്നുണ്ട്. ഒവൈസിയുടെ പാർട്ടി കഴിയുന്നു എന്ന് നാം പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ചിന്നിച്ചിതറുകയാണ്. ഇത് തന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ചത്, മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്. അത് കൃത്യമായി ഇപ്പോൾ BJP-യുടെ നേതൃത്വത്തിൽ ബീഹാറിലും അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രധാന ഒരു നിർണായക തെരഞ്ഞെടുപ്പായി കാണുന്ന ഒരു ഇടമാണ് ബീഹാർ. അതുകൊണ്ട് തന്നെയാണ് രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപേ, ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ലോ, മാസങ്ങൾക്ക് മുമ്പേ അവിടെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ ആദ്യ റാലി ഉണ്ടായത് എവിടെയാണ്? ബീഹാറിലാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുറച്ച് നാളുകളായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങിയ പശ്ചാത്തലത്തിൽ ഇടയ്ക്കായിരുന്നു അദ്ദേഹം, ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്രയുമായി ബീഹാറിലെത്തി ജനങ്ങൾ സംഘടിപ്പിക്കുന്നു, വലിയ ജനക്കൂട്ടമുണ്ട് എന്നെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പലരും പറഞ്ഞിരുന്നതാണ് കോൺഗ്രസിന് ഇത്രയും വലിയ സംഘടനാ സംവിധാനം ആ സംസ്ഥാനത്തില്ല, ഇത് ഒരു പരിധിവരെ RJDയുടെ പ്രവർത്തകരാണെന്ന് പറയുമ്പോഴും പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് ഈ സർവേയിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ടല്ലോ. അവർക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ കോൺഗ്രസിന്റെ ആ ഗ്രാഫ് പരിശോധിച്ചാൽ ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ സീറ്റിന്റെ എണ്ണവും വോട്ട് ഷെയറും കുറഞ്ഞാണ് വരുന്നത്. അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള കുറവ് തന്നെ, സ്വാഭാവികമായ ഒരു കുറവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. അവർ 10 സീറ്റിലേക്ക്, ഒറ്റ സംഖ്യയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംസ്ഥാനത്ത് കൂടി പൂർണ്ണമായി തന്നെ ഇല്ലാതാവുകയാണ്. ഒരു കാലത്ത് ബീഹാറെല്ലാം
കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായി അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഭരണം നടത്തിയിരുന്നതാണല്ലോ. ആ പ്രദേശങ്ങളിലേക്കാണ് ഇത്തരം ദയനീയമായ ഒരു അവസ്ഥ ഉണ്ടായത്. അത് ആ പാർട്ടിയുടെ കഴിവുകേടാണ്, നിലവിലെ നേതൃത്വത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. പണ്ട് സോണിയാഗാന്ധിയുടെ സമയത്ത് പല പ്രതിസന്ധികൾ ഉണ്ടായെങ്കിൽ അത് മറികടക്കാൻ തന്നെ കൊണ്ട് കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം ഒരു പ്രഖ്യാപനം മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥയുണ്ട്. അതിൽ വോട്ട് ചോരി യാത്രയിലേക്ക് തന്നെ വന്നാൽ, വോട്ട് ചോരി യാത്രയുമായി ഇദ്ദേഹം ബീഹാറിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ RJDക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി RJDക്ക് തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവമുണ്ട്. അത് കൃത്യമായി മുതലാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അവർ സ്ത്രീകൾക്കിടയിൽ വലിയ പ്രചരണമാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു വിജയം സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ അത് സ്ത്രീകളുടെ പിന്തുണ വലിയ രീതിയിൽ ആവശ്യമാണ്. നിതീഷ് കുമാർ ഇപ്പോൾ 20-25 വർഷമായി അവിടെ ഭരണം നടത്താനുള്ള പ്രധാന കാരണം ഈ സ്ത്രീകളുടെ വോട്ടാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്ക് സൈക്കിൾ നൽകുന്നു, സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സുരക്ഷ ഒരുക്കുന്ന സംവിധാനം ഉണ്ടാക്കുന്നു. ആ രീതിയിൽ ഓരോ വനിതകളെയും ലക്ഷ്യമിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് ആ വോട്ട് ബാങ്ക്, വനിതാ വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിന് ഇത്രയും നാൾ അവിടെ ഭരണം നടത്താൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുകയും അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുമോ? ഈ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന തേജസ്വി യാദവിനെ ജനങ്ങൾ അംഗീകരിക്കുമോ? ഇതൊന്നും എന്താണ് കോൺഗ്രസിലെ നേതാക്കൾക്ക് മനസ്സിലാകാത്തത്? അവർ ഇന്ന് ഇന്ത്യ ഭരിക്കാനും ഓരോ സംസ്ഥാനങ്ങൾ ഭരിക്കാനും വേണ്ടി ഇറങ്ങി കനകുലുവിനെ ഉൾപ്പെടെ എത്തിച്ച് തന്ത്രങ്ങൾ മെനയുന്നുണ്ടല്ലോ. അങ്ങനെ തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്തുകൂടെ? കാരണം ബീഹാറും ഉത്തരേന്ത്യൻ പ്രദേശത്തെയും വനിതകളുമായി ബന്ധപ്പെട്ട ഒരു അമ്മയുമായി ബന്ധപ്പെട്ട ആ സ്നേഹം എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല? ചിലപ്പോൾ പലരും വിമർശിക്കുന്നവരുണ്ടല്ലോ, ഇദ്ദേഹം ഇറ്റലിയുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ധാരണക്കുറവുണ്ടെന്ന് പറയാം. പക്ഷെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് എന്നാ ധാരണക്കുറവുണ്ടായത്? മല്ലികാർജുന ഖാർഗെയിലെ ഇപ്പോഴുള്ള പ്രസിഡന്റ്, അദ്ദേഹത്തിനെങ്കിലും ഇതിൽ കൃത്യമായ നിലപാടെടുക്കാമായിരുന്നല്ലോ, കൃത്യമായ പ്രസ്താവനയുമായി രംഗത്ത് വരാമായിരുന്നല്ലോ. പക്ഷെ അതിനൊന്നും ആരും തയ്യാറായിട്ടില്ല. തയ്യാറാകാത്തതിന്റെ പ്രതിസന്ധിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ വേട്ടയാടുന്നത്. അത് ഭാവിയിലും വലിയ രീതിയിൽ വേട്ടയാടും. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ യാത്ര നടത്തിയ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ്. ഇപ്പോൾ ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ടും ലഭിക്കാൻ സാധ്യതയില്ല. അത് പിന്നീട് നാം ഇന്ത്യ മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ, NDA മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അവർ ഭരണം നടത്തുകയാണ്. നിതീഷ് കുമാർ BJPയിലേക്ക്, ആ സഖ്യത്തിലേക്ക് വന്നതിന് ശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും പറഞ്ഞിരുന്നതാണ്, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. നിതീഷ് കുമാറിനെ നിരന്തരം കാലുമാറ്റം നടത്തുന്ന, കൂടുവിട്ട് കൂടുമാറി പോകുന്ന നിതീഷിനെ ജനങ്ങൾ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചത്? അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ ഈ NDA മുന്നണിക്ക് കഴിഞ്ഞില്ലേ? ബീഹാറിൽ പോലും ഉത്തർപ്രദേശിൽ പോലും വിജയം കൊയ്തപ്പോൾ ബീഹാറിൽ വിജയം കൊയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അത് അവിടുത്തെ നേതൃത്വത്തിന്റെ പരിമിതിയാണ്. പ്രത്യേകിച്ച് ജംഗിൾ രാജ് എന്ന അവിടുത്തെ ഭരണ സംവിധാനം, ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ കുടുംബവും നടത്തിയ ഒരു ഭരണ വേട്ടയുണ്ടല്ലോ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുള്ള ഒരു ഭരണം. ആ ഭരണം ഇപ്പോഴും ജനങ്ങൾ മറന്നിട്ടില്ല. അങ്ങനെ മറക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും BJP ജംഗിൾ രാജ് വരുമെന്ന് ചൂണ്ടിക്കാട്ടിയാണല്ലോ വോട്ടുകൾ നേടുന്നത്. ആ ഒരു തുടർച്ചയാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിർണായകമാണ്. പ്രത്യേകിച്ച് അവർക്ക് കേവല ഭൂരിപക്ഷം കേന്ദ്ര ഭരണത്തിലില്ല. JDUവിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ നിതീഷ് കുമാർ വീണ്ടും അവിടെ മുഖ്യമന്ത്രിയായിരിക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണമില്ലെങ്കിൽ അദ്ദേഹം വലിയ തലവേദനയായി മാറും. അത് കേന്ദ്ര സർക്കാരിനെ ബാധിക്കും. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ മാസങ്ങളായി തന്നെ നരേന്ദ്രമോദി, അമിത്ഷായും JP നഡ്ഡയും രവിശങ്കർ പ്രസാദും അടക്കമുള്ളവർ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക മാത്രമാണോ? ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സംഭവങ്ങൾ, നരേന്ദ്രമോദി അമ്മയെ അപമാനിച്ച സംഭവങ്ങൾ, പിന്നീട് കേരളത്തിന്റെ സംഭാവനയുമുണ്ട്. VT ബലറാമിന്റെ GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബീഡിക്ക് വില കുറച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം ബീഹാറുമായി താരതമ്യം ചെയ്തു. പിന്നീട് തേജസ്വി യാദവ് ഉൾപ്പെടെ
കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്നത് കണ്ടില്ലേ. അങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയം പോകുന്നത്. എന്തായാലും പുതിയ സർവേ അനുസരിച്ച് NDA സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.